സാവണിയില്ലേ സാവണി സാവണീന സാവണി ലക്ഷ്മിക്ക് കൊടുക്കോ അവിടെ ബാലയുടെ കയ്യിൽ കൊടുക്കുക അവിടെ ചില പേന ഇരിക്കണോ നോക്കിയേ പേന വല്ലതും പേന മറ്റേ ഇതിന്റെ അവിടെ എന്താ പറയാ ഫോണിന്റെ അവിടെ അല്ലെങ്കിൽ ആ ഉണയിക്കുന്നതിന്റെ അപ്പുറത്തുള്ള മാതിരിക്കേ ഹോസ്പിറ്റൽ വയ്ക്കുന്ന അവിടെ ഇരിക്കുന്നത് നോക്കി നിങ്ങൾ എടുത്തിട്ടുണ്ട് വാ സാമാന്യ NI 2011 ഡിസംബർ 9 അല്ലേ ഡേറ്റ് 2019 ഉച്ചയ്ക്ക് അല്ലേ കാർത്തിക നാള് താമസിക്കുന്ന സ്ഥലത്തിൽ വേറെ എന്തെങ്കിലും വല്ല പേരുണ്ടോ താമസിക്കുന്ന ഭൂമിക്ക് വേറെ എന്തെങ്കിലും വല്ല പറമ്പിന് വേറെ വല്ല പേര് പറയും ഈ കാര്യങ്ങളല്ലാണ്ട് വേറെ എന്തെങ്കിലും ചില പറമ്പിന് വേറെ പേരുണ്ടാവും വല്ല മലപ്പറമ്പ് അല്ലെങ്കിൽ അങ്ങനെ കളിക്കാറില്ലേ
ഗുരുവായൂരപ്പ ദക്ഷിണാമൂർത്തി സദ്ഗുരുദേവോ നമഃ. സത്യന്തോദർശം സത്യന്തോദർശം സത്യന്തോദർശിക്കുന്ന വർഷം ഭരിക്കണമേ ദക്ഷിണാമൂർത്തേ നമഃ. ഇന്ന് വേണ്ടാണ് അത് തിരിക്കാം. നമ്മുടെ ജാതകം എഴുതുമ്പോഴേ ജാതകമായാലും കലണ്ടറായാലും പഞ്ചാംഗമായാലും നമുക്കതിനൊരു എന്താ പറയാ തുടക്കം കുറിക്കണം എന്താ പറയാ. തുടക്കം കുറിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലം കരികാലം. കരികാലം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ വേടന്റെ അമ്പ് കൊണ്ട് മരിച്ച അന്ന് തൊട്ട് കരികാലം ആരംഭിച്ചു എന്നാണ് ശാസ്ത്രം. ഗുരുവായൂരപ്പന്റെ മരണം തൊട്ടാണ് കരികാലത്തിന്റെ ആരംഭം. അപ്പൊ ഇവിടെ എന്താ പറയാ, നമ്മളിപ്പോ ജാതകമായാലും കലണ്ടറായാലും പഞ്ചാംഗമായാലും ഇതൊക്കെ ഗണിക്കുമ്പോൾ നമ്മൾ കരികാലം വെച്ചത് ഗണിക്കാം. കരികാലം എന്ന് പറയുമ്പോൾ കരികാലം കൃഷ്ണൻ മരിച്ചന്ന് തൊട്ട് കലിയുഗം ആരംഭിച്ചു. കലികാലം ആരംഭിച്ചിട്ട് എത്രാമത്തെ ദിവസമാണ് കുട്ടി ജനിച്ചത് എന്നുള്ളത് ജാതകത്തിൽ എഴുതണത്രേ. അതല്ല കരിദിനം എന്ന് പറയാം. അപ്പൊ കരികാലാണ്. ഈ കരികാലത്തിൽ എത്രാമത്തെ ദിവസമാണ് ജനിച്ചത് എന്നുള്ളതാണ് നമ്മുടെ തുടക്കം വയ്ക്കുക. ഡേറ്റ് ഓഫ് ബർത്തിന് പകരേ ഡേറ്റ് ഓഫ് ബർത്ത് പറയുമ്പോൾ കുറെ കൊല്ലങ്ങളാണ് കൊല്ലം മാസം ദിവസം പറയില്ല. അത് പോരാണ്. കരികാലം തുടങ്ങിയിട്ട് എത്രാമത്തെ ദിവസമാണ് ഇല്ല അങ്ങനെ കുടിക്കാൻ एवं सूर्यादि पर्यंतानां ग्रहाणां मानी तिथि चंद्राक्ष योग लग्नानां पुरादेश ലിഖിതാന്യ നാലിക. സൂര്യൻ തൊട്ട് കേതു വരെയുള്ള നവഗ്രഹങ്ങളെ വണങ്ങിയിട്ട് നമ്മൾ തുടങ്ങണം. കലികാല പ്രവൃത്തി 18,67,440 ദിവസം. കലികാലം തുടങ്ങിയിട്ട് 18,67,440 ദിവസമാണ് കുട്ടി ജനിച്ചത്. കലവയാദത്തിന് ദക്ഷിണായന കാലം. ദക്ഷിണായന കാലത്തിന് വൃശ്ചിക മാസം എന്ന് പറഞ്ഞാല് കർക്കടകം തൊട്ട് ധനുമാസം വരെയാണ് ദക്ഷിണായനം. മകരവിളക്കില്ലേ ശബരിമലയില്, മകരവിളക്ക് തൊട്ടാണ് ഉത്തരായണം തുടങ്ങുക. അതാണ് ദേവന്മാരുടെ കാലം. നമുക്ക് ഉത്തരായണ കാലം ദേവന്മാരുടെ കാലവും ദക്ഷിണായന കാലം അസുരന്മാരുടെ കാലവും അങ്ങനെ പറയാം. അപ്പൊ ഇവിടെ പറയുമ്പോൾ ദക്ഷിണായന കാലത്തിലാണ്. ദക്ഷിണായന കാലം തുലാശനി മേടവ്യാഴം തസ്മിൻ കാലം ക്രിസ്തു വർഷം 2011 ഡിസംബർ മാസം 9-ാം തീയതി. മലയാള കൊല്ലം 1987 വൃശ്ചിക മാസം 23-ാം തീയതി വെള്ളിയാഴ്ച പകല് 2:49 PM ഉച്ചയ്ക്ക്. കാർത്തിക നാളിന്റെ ചതുർത്ഥ പാദം. ഈ ചതുർത്ഥ പാദം എന്ന് പറയുന്നത് ഒരു നക്ഷത്രം 24 മണിക്കൂറാണ് നിൽക്കുക. പഴയ കണക്ക് പറയുമ്പോൾ 60 നാഴിക. അപ്പൊ അതില് ഈ 60 നാഴിക ഉണ്ടെങ്കിൽ ഇത് എങ്ങനെ 15 നാഴിക 15 നാഴിക 15 നാഴിക 15 നാഴിക അങ്ങനെയാണ് കണക്കാക്കുക. അതായത് ഇപ്പൊ 24 മണിക്കൂറാണ് വെച്ചാൽ 6 മണിക്കൂർ 6 മണിക്കൂർ 6 മണിക്കൂർ 6 മണിക്കൂർ 14 24 മണിക്കൂറായിരിക്കും. ഒരു രൂപേനെ 4.25 പൈസ ആക്കണ പോലെ. അപ്പൊ നാളെ തുടങ്ങിയിട്ട് ആദ്യത്തെ ദിവസം അല്ലാട്ടോ, നക്ഷത്രം തുടങ്ങിയിട്ട് ആദ്യത്തെ 6 മണിക്കൂറിന്റെ അകത്ത് ജനിച്ചാൽ 1-ാം കാര്യം, പിന്നത്തെ 6 മണിക്കൂർ 2-ാം കാര്യം, പിന്നത്തെ 6 മണിക്കൂർ 3-ാം കാര്യം, അവസാനത്തെ 6 മണിക്കൂർ 4-ാം കാര്യം. ഇങ്ങനെ വരും. 1-ാം കാര്യം 2-ാം കാര്യം 3-ാം കാര്യം 4-ാം കാര്യം. അപ്പൊ ഇത് കാർത്തികയുടെ 4-ാം കാലിലാണ്. കാർത്തിക നാള് കഴിയാറായ നേരത്താണ് ജനിച്ചേക്കുന്നത്. അപ്പൊ ഈ കാർത്തിക നക്ഷത്രം മൂലിനാളാണ്. ഈ 1-ാം കാല് മേടക്കൂറില വരിക. അശ്വതിയും ഭരണിയും കാർത്തികക്കാലും മേടക്കൂറും. അപ്പൊ കാർത്തികയുടെ 1-ാം കാലിൽ ജനിച്ചാൽ അത് മേടക്കൂറാണ്. നമ്മള് നക്ഷത്രഫലം നോക്കും മേടമാട് പോലെ ഒരാളിന്റെ പടം കൊടുത്തിട്ട് ഈ നാളുകാർക്ക് എന്നൊക്കെ പറഞ്ഞു. 2-ാം കാലും 3-ാം കാലും 4-ാം കാലും കടവക്കൂറാണ്. കടവും കാള പോലെ എന്നാണ് പറയുന്നത്. കൂറ് മാറുമ്പോൾ ജാതകഫലം മുഴുവനും മാറും. ഒരു നാളായതുകൊണ്ട് കാര്യമില്ല. കാർത്തിക നാള് മുറിനാളാണ്. മുറിനാളായ നിലയ്ക്ക് അത് കാർത്തിക നാളെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കാർത്തിക നാളെ ഏതാ പൂർത്തിരിക്കും. അങ്ങനെ കാർത്തിക 1-ാം കാലാണ് 2-ാം കാലാണ് എന്താ പറയും. കാർത്തിക നാള് കഴിയാറായ നേരത്താണ്. അപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും വല്ല പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ചോദിച്ചാൽ നമുക്കിത് പറയാലോ.
കാർത്തിക നാളെ കഴിയാറായ നേരത്തെ അവസാനം എന്ന് പറഞ്ഞാൽ മതി. അതല്ല നക്ഷത്രഫലം നോക്കുമ്പോൾ 2 കാർത്തിക കാണും ചിലപ്പോൾ. അതായത് അശ്വതി പനിയും കാർത്തികക്കാലും മേടക്കൂറ്, പിന്നെ കാർത്തിക മുക്കാലും രോഹിണിയും മകീരത്തലയും മേടക്കൂറ് അങ്ങനെ കൊടുക്കും. അപ്പൊ നമ്മൾ രണ്ടാമത് കാണുന്ന കാർത്തികയുടെ ഫലം നോക്കുക. ആദ്യം കാണുന്ന കാർത്തിക നമ്മളായിട്ടൊരു ബന്ധമില്ല. ആദ്യം കാണില്ല കാർത്തിക നാൾ, അത് നമ്മളായിട്ട് യാതൊരു ബന്ധമില്ല. രണ്ടാമത് കാണുന്ന കാർത്തികയ്ക്കാണ് നമ്മളായിട്ട് നമ്മുടെ ജാതകമായിട്ട് ബന്ധമുള്ളൂ. അപ്പൊ നക്ഷത്രഫലം നോക്കുമ്പോൾ 2 കാർത്തിക കണ്ട രണ്ടാമത്തെ കാർത്തിക ഫലം നോക്കുക. കൂറാണെങ്കിൽ ഇടവക്കൂറ് നോക്കുക. മേടക്കൂറാണ് ആദ്യത്തെ കൂറ്, മേടക്കൂറാണ്, അത് നോക്കണ്ട, അത് നമ്മുടെ ഇല്ല. രണ്ടാമത്തെ ആദ്യത്തെ കൂറിൽ കാർത്തിക ഉണ്ട്, പക്ഷെ അതിൽ നമ്മുടെ ജാതകം പെടില്ല. മേടക്കൂറിന്റെ ചിഹ്നം വാടാണ്, ഇടവക്കൂറിന്റെ ചിഹ്നം കാളയാണ്. ഇത് ഇടവക്കൂറ, ഇതിന്റെ ചിഹ്നം കാളയാണ്. ഒരു കാളയുടെ മടം കൊടുത്തിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഔസ്യ മാസം 29-23 തീയതി വെള്ളിയാഴ്ച പകല് 2:49 കാർത്തിക നാളിന്റെ ചതുർത്ഥ പാദം ശുക്ലപക്ഷ ചതുർദശി. 47 ദിവസത്തുള്ള അതിൽ വ്യത്യാസമൊന്നുമില്ല. കാർത്തിക നാളിന്റെ ചതുർത്ഥ പാദം ശുക്ലപക്ഷ ചതുർദശി. ശുക്ലപക്ഷം എന്ന് വെച്ചാൽ വെളുത്ത പക്ഷം. കറുത്ത വാവ് കഴിഞ്ഞാൽ വെളുത്ത പക്ഷമാണ്. കറുത്ത വാവ് കഴിഞ്ഞാൽ പിന്നെ വെളുത്ത പക്ഷം പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി എന്നൊക്കെ പറഞ്ഞങ്ങനെ വന്നിട്ട് പൗർണമി വരെ വെളുത്ത പക്ഷം. പൗർണമി കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രഭഗവാൻ ഇങ്ങനെ വെളിച്ചം കുറഞ്ഞു വരിക, അതാണ് കറുത്ത പക്ഷം. അപ്പൊ അമാവാസി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വെളുത്ത പക്ഷം. അപ്പൊ ഇത് വെളുത്ത പക്ഷത്തിലാണ്. വെളുത്ത പക്ഷത്തിൽ ജനിക്കുന്നത് ഏറ്റവും ഉത്തമം. അങ്ങനെ വെളുത്ത പക്ഷത്തിൽ ജനിച്ചാൽ പറയും ഒന്നാമതൊരു പോസിറ്റീവ് എനർജിയെ പറയാം. വെളുത്ത പക്ഷത്തിൽ ലൈറ്റ് കൂടി വരില്ലേ, ഇരുട്ടിൽ നിന്ന് കൂടുതൽ പ്രകാശത്തിലേക്ക് വരില്ലേ. പിന്നെ പറയും വെളുത്ത പക്ഷത്തിലൊക്കെ ജനിച്ചാൽ നല്ല കളറുണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും, നല്ല സൗന്ദര്യം ഉണ്ടാവും എന്നൊക്കെ പറയും വെളുത്ത പക്ഷം. പിന്നെ മനസ്സും സ്വഭാവം അങ്ങനെ തന്നെ പറയും. നമ്മളത് അത് പറയാ അത് അത് കരിമ്പൂരാണല്ലേ, അത് നമ്മളങ്ങനെ മറ്റുള്ള വെളുത്ത പക്ഷത്തിലെ പൂരാണെന്ന് പറയും. കരിമ്പൂരാണെന്നൊക്കെ പറഞ്ഞാൽ കറുത്ത പക്ഷത്തിലുള്ള പൂരാണ് കുട്ടി. കരിമ്പൂരാണത്തിൽ ജനിച്ച അച്ഛൻ വെച്ച് പോലെ വിളിക്കുന്നു അങ്ങനെ പറയാം. ഒന്നും സംശയമില്ല ഒരു വയസ്സിൻ്റെ ഉള്ളിൽ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. വെളുത്ത പക്ഷം നല്ലതാ. ചതുർദശി വാവ് കഴിഞ്ഞിട്ട് 14-ാമത്തെ ദിവസം ജനിച്ചേക്കുന്നത്. പശുക്കാരാണ്, അന്നത്തെ മൃഗം പശുവാണ്. സിദ്ധയോഗം. അപ്പൊ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങൾ കൂടുമ്പോഴാണ് ഒരു ദിവസമാവുന്നത്. 5 കാര്യങ്ങൾ കൂടുമ്പോഴാണ് ഒരു ദിവസം. എന്ത്? വാരം, താരം, തിഥി, കരണം, യോഗം. പഞ്ചംഗം. അംഗം എന്ന് വെച്ചാൽ വരല്, പഞ്ചംഗം എന്ന് വെച്ചാൽ പഞ്ചാംഗം. അപ്പൊ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങൾ കൂടുമ്പോഴാണ് ഒരു ദിവസമാവുക. വാരം ജനിച്ച ദിവസം, ജനിച്ച നാള്, ജനിച്ച തിഥി, ജനിച്ച കരണം, ജനിച്ച യോഗം. എന്താഴ്ച ജനിച്ചത്, പിന്നെ എന്താഴ്ച ജനിച്ചത്, വെള്ളിയാഴ്ച. ഏത് നാളിലാണ് ജനിച്ചത്, ഏതാണ് തിഥി, ചതുർദശി, അന്നത്തെ മൃഗം, അന്നത്തെ യോഗം. 5 കാര്യങ്ങൾ കൂടുമ്പോഴേ ഒരു ദിവസമാവുന്നു. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ, വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചക്ക് നമ്മൾ എന്തൊക്കെയാണെന്ന് അറിയും. ലോകപ്രിയ, സമാനീജ, ശ്രീനാംചിത്ത വിലോപന, സുനേത്രവദന. വെള്ളിയാഴ്ച ജനിക്കുന്ന ആണായാലും പെണ്ണായാലും വെള്ളിയാഴ്ച ജനിക്കുന്ന കുട്ടികൾ ഭയങ്കര അമ്പലാവണ്യം, വടിവൊത്ത ശരീരവും മറ്റുള്ളവരെ വശീകരിക്കാനുള്ള കഴിവും. അത് ലോകപ്രിയ. എല്ലാവർക്കും ഒറ്റ അഭിപ്രായം ഉണ്ടാവുന്നു. വേറെ ചിലർ പറയാം നല്ല ചെക്ക, നല്ല കുട്ടിയാണ്, പക്ഷെ വേറെ ഒരു അഭിപ്രായം ചേട്ടാന്ന് പറയും. ഇത് അങ്ങനെയല്ല. ലോകപ്രിയ എന്നത് ലോകത്ത് മുഴുവൻ എല്ലാവർക്കും ഇഷ്ടമാണ്. സമാനീജ, എല്ലാവരും ഒരേപോലെ. വെള്ളിയാഴ്ച ആൺകുട്ടികളിൽ എനിക്ക് എന്താ പറയാന്നറിയാം. ലോകപ്രിയ, സമാനീജ, സ്ത്രീണാം ചിത്ത വിലോപന. പെണ്ണുങ്ങളുടെ മനസ്സ് ഇളക്കണ വില്ലന്മാരെ ജനിക്കുന്ന ദിവസം ഭയങ്കര വായനാവായിരിക്കും. വാച്ചൊക്കെ ഇടിച്ചിട്ട് ആൾക്കാരെ കുപ്പിയിലിറക്കും, സുഖിപ്പിച്ച് സംസാരിച്ചിട്ട് നമ്മളെ കൂടെ എന്താ പറയാ, നമ്മളെ കൂടെ വീഴ്ത്തും. അതാണ് ഭയങ്കര വായനല്ലേ പറയുന്നത്. അത് ഒരാള് ശരിക്കും നമ്മളുടെ ഒറ്റയ്ക്ക് ആക്കണമെങ്കിൽ ആ രൂപത്തിൽ സംസാരിക്കാൻ അസാമാന്യമായ പാഠമുണ്ടാവും എന്ന് പറയും. പിന്നെ പൊതുവെ പറയും ഈ വെള്ളിയാഴ്ച സരസ്വതി മഹാലക്ഷ്മിയുടെ ദിവസം ഈ വരയ്ക്കാൻ പാട് ഇത് അങ്ങനെയുള്ള കലാപരമായ കഴിവുകളൊക്കെ ഉണ്ടാവും എന്നാ പറയാം. ലോകപ്രിയ, സമാനീജ, സ്ത്രീണാംചിത്ത വിലോപന, സുനേത്രവാദന. കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറയാം. അതിപ്പോ എപ്പോഴായാലും, അതായത് ഭംഗി എന്ന് വെച്ചാൽ ഒരു ജാതി ഭംഗിയില്ല പറയണത്. നമ്മള് നല്ല ആർട്ടിസ്റ്റും നല്ല തറവാട്ടിസം എന്നൊക്കെ പറയില്ലേ. എത്ര പ്രായമായാലും പോവാത്തൊരു ഭംഗിയൊക്കെ ഉണ്ടാവില്ലേ. നമുക്ക് ചെറുപ്പത്തിലൊക്കെ നല്ല ഭംഗിയുണ്ട്, ഇപ്പോഴെല്ലാം മോനെ എങ്ങനെയായെന്നൊക്കെ പറയും. അങ്ങനെയല്ല, ഇത് എത്ര വയസ്സായാലും പോവാത്ത സൗന്ദര്യം ഉണ്ടാവും. ഇപ്പൊ പണ്ടത്തെ സിനിമ നടിയിട്ട് രീതിക്കില്ലേ, അതുപോലൊക്കെ അല്ല. അതേപോലെ തന്നെയാണ് ഒരു വയസ്സായാലും ആ പ്രായത്തിനനുസരിച്ച്. അപ്പൊ നമ്മൾ പറയില്ലേ, ചേച്ചിക്ക് ഈ പ്രായത്തിന് എങ്ങനെ ഇങ്ങനെ നടക്കുന്നത് ചോദിക്കില്ലേ പോയി. അപ്പൊ ഇവിടെ എങ്ങനെയാ, വെള്ളിയാഴ്ച നല്ല ദിവസം കേട്ടോ.
അന്നപൂർണേശ്വരി ഭുവനേശ്വരി ദേവിയുടെ ദിവസം വെള്ളിയാഴ്ച. പിന്നെ കാർത്തിക നാള് അസുരകനാണ്, മുൻകോപക്കാരിയാണ്, മുൻകോപം പെട്ടെന്ന് ദേഷ്യം വരും. സ്ത്രീ നാളാണ്, മുൻകോപക്കാരിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഒച്ചുമ്പോഴൊക്കെ. പെണ്ണാള് പെണ്ണാള് കുഴപ്പമെന്നിട്ട് സൗന്ദര്യബോധം കൂടും. വസ്ത്രങ്ങള് ആഭരണങ്ങൾ ഇതിനോടൊക്കെ അമിതമായി പ്രമാണിച്ചു. ഭയങ്കര എന്താ പറയാ, ഡ്രസ്സ് ആണിഞ്ഞൊരുങ്ങ, മറ്റുള്ളവരെല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ പറ്റി പറയണം എന്നൊക്കെ അങ്ങനത്തെ കാര്യം ഭയങ്കര സൗന്ദര്യബോധമായിരിക്കും സ്ത്രീ നാള് വന്നാല്. പിന്നെ മനസ്സിലൊന്നും വലിയ ധൈര്യം പടപടപടാന്നുള്ള വർത്താനം ഒച്ചപ്പാടം മാത്രമേ ഉള്ളൂ. ആള് ഭയങ്കര മനസ്സിലിരിക്കും പച്ചഭാവമായിരിക്കും, പച്ചഭാവം. കാർത്തിക നാളാണ്. പിന്നെന്താ പറയാ, വെളുത്ത പക്ഷത്തെ ചതുർദശിയാണ്, ദൈവപൂജാരത പ്രാചാമൃതത്തിന് പോവാ, തൊഴിൽ മന്ത്രാവിചാരകുശല തന്ത്രങ്ങള് ദൈവികമായ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും. പിന്നെ അന്നത്തെ മൃഗം പശുവാണ്. പശു പോലെയാണ് സൗന്ദര്യബോധത്തിലെ ഏറ്റവും ഭംഗിയുള്ള മൃഗം എന്താ പറയാ, പശുവിനെ. പശുവാണ് ഏറ്റവും നമ്പർ 1. പിന്നെ എന്താ പറയാ, പശുവിനെ കൊണ്ട് എന്താ ഒരു ഉപദ്രവം ഇല്ല. എന്താ പറയാ, ഭയങ്കര പരോപകാരിയില്ലേ, പല കാര്യം നോക്കിയും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുക. മറ്റുള്ളവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും ഇരിക്കണേ, എന്താ സങ്കടം എന്നൊക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് അവരുടെ വിഷമങ്ങൾ തീർക്കാൻ നടക്കാൻ നോക്കും. ഭീരു എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിന് തീരെ ധൈര്യം ഉണ്ടാവില്ല. അല്പകാലത്ത് ശീലമാണ്, നിസാര കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വ്യസനിക്കുന്ന സ്വഭാവം. അത്രേ ഉള്ളൂ മനസ്സിന്റെ കാര്യം. അവിടെ എന്തെങ്കിലും പറയുമ്പോഴേക്കും ആകെ ഇങ്ങോട്ട് പറയും, ഇങ്ങനൊരു പാവം ഒന്നും പറയാൻ പറ്റില്ല. സദാവ്യാധി ഇതൊക്കെ. അതുകൊണ്ടെന്താ, എപ്പോഴും ഇങ്ങനെ ടെൻഷൻ കൂടിയിരിക്കും. എന്തെങ്കിലും ആലോചിച്ച് ഓരോ ദിവസവും ഓരോ ടെൻഷൻ ഉണ്ടാവും. അപ്പൊ നമ്മള് ഇന്നിപ്പോ എന്താ പ്രശ്നം, വല്ലവരുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ടെൻഷൻ മുഴുവൻ മൂപ്പിക്കാൻ. അപ്പൊ ഇവിടെ എങ്ങനെയാ, അപ്പൊ ജാതകപ്രകാരം പറയുമ്പോൾ പശുക്കരണം നല്ലതാണ്. പിന്നെ ജനിച്ച സമയം ജനിച്ച കൂറ് മറക്കണ്ട കേട്ടോ, ഇടവക്കൂറാണ് ജനിച്ച സമയം എന്ന് വെച്ചാൽ 2:49 എന്ന് പറയുമ്പോൾ മേടം രാശിയിലെ ജനിച്ചേക്കണം. അപ്പൊ സമയം വെച്ചിട്ടാണ് നമ്മൾ ജാതകത്തിന്റെ ബലം നോക്കുക. എന്താ പറയാ, ജാതകത്തിന് ആയുസും തോന്നുവരെ നോക്കുക നമ്മള് ജാതകം ഇത് വെച്ചിട്ടാണ്. ആയുസും തോന്നുവരെ നോക്കുക നമ്മൾ ഈ സമയം വെച്ചിട്ടാണ്. 2:49. അത് മേടം രാശി. രാശിപ്രകാരം അതിന് നോക്കണം. ദീർഘായുസുള്ള ജാതകമാണ്, ആയുസിനൊന്നും കുഴപ്പമില്ല. ദീർഘായുസുള്ള ജാതകമാണ്. കാരണം എന്താ, ജാതകത്തിന് ഗുരുവായൂരപ്പൻ ലഗ്നത്തിലെ വ്യാഴം ജനിച്ച സമയപ്രകാരം ഗുരുവായൂരപ്പൻ ഒപ്പുണ്ട്. ഇയാൾ ജനിച്ചത് മേടൻ രാശിയിലാണ്. ആ സമയത്ത് മേടൻ രാശിയിൽ വ്യാഴമുണ്ട്, ഗുരുവായൂരപ്പനുണ്ട്. അപ്പൊ ഇയാൾ ജനിക്കുന്ന സമയത്ത് ലഗ്നം എന്ന് വെച്ചാൽ ഇയാളുടെ ദേഹത്ത് ഇയാളുടെ കൂടെ ജനന സമയം തൊട്ട് മരണസമയം വരെ ജാതകത്തിൽ പറയണം, ഞാൻ എന്റെ കൂടെ, നിന്റെ ഒരു ഭാഗം ഞാനാണ്, അങ്ങനെ പറയണം. നീ ഇപ്പൊ ഒരാളുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം ഞാനാണ് കേട്ടോ, പേടിക്കുന്നു വേണ്ടാന്ന്. ലഗ്നത്തിലാണ് നിൽക്കണം. ഇനിയിപ്പോ സമയം മാറിയാലും പറഞ്ഞാലും കഷ്ടകാലം വന്നാലും ഇത് ഭൂമിയില്ല, ദേഹത്തിന് മറുക് പോലെ ആളവിടെ ഉണ്ടാവും. അപ്പൊ ദീർഘായുസുള്ള ജാതകങ്ങള്, ഗുരുവായൂരപ്പൻ അനുഗ്രഹമുള്ള ജാതകങ്ങള്, പഞ്ചമഹായോഗമുള്ള ജാതകം. പഞ്ചമഹായോഗം എന്ന് പറഞ്ഞാല് ഋജകയോഗം, ഭദ്രയോഗം, ഹംസയോഗം, മാളവയോഗം, ശശിയോഗം, 5 യോഗ. വളരെ അപൂർവമായിട്ടുണ്ടാവുന്ന യോഗ. അപ്പൊ ഈ ജാതകം ശശിയോഗമുള്ള ജാതകം. ശശിയോഗം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എന്താ പറയാ, രാജയോഗം എന്നത് രാമാതിഭോവ അങ്ങനെ പറയാ. നാട്ടുരാജാക്കന്മാരൊക്കെ പറയണ യോഗമാണ്. നാട്ടിലും ഒക്കെ ഭയങ്കര പ്രശസ്തി, പേരും പ്രശസ്തിക്കുള്ള ഒരു നാട്ടുപ്രമാണി പോലെ നമ്മൾ പറയില്ലേ. ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ പറയാ, ഓരോ സ്ഥലത്ത് ഓരോരുത്തർ ഒരു ഫിഗർ എന്ന് പറയും അതുപോലെ. അപ്പൊ എന്താ പറയാ, ആ യോഗമാണ് ശശിയോഗം. ശശിയോഗമുള്ള ജാതകമാണ് ഗ്രാമാതിഭോവ. അതായത് ഇപ്പൊ നമ്മള് പറയാം, ഇപ്പൊ കളക്ടർ അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും പറയും വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയില്ലേ, MLA. അപ്പൊ അതുപോലൊക്കെ ഒരു ഫിഗർ. ഞങ്ങൾക്ക് എന്താ പറയാ, അതോ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ, സേവനം പോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ച് വളരെ അധികാരം ഉള്ള സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള യോഗമാണ് ശശിയോഗം. അത് രാജയോഗമാണ്. ശശിയോഗമുള്ള ജാതകങ്ങളുടെ ദീർഘായുസുള്ള യോഗങ്ങൾ. പിന്നെ എന്താ ഉപേചരി യോഗം. ഉപേചരി യോഗം എന്ന് പറഞ്ഞാല് ഉൽപ്പന്ന ഭോഗ സുഖർക്ക് ധനവാഹനാദ്യം. ഉൽപ്പന്ന ഭോഗ സുഖർക്ക് ഈ കച്ചവട സാധനങ്ങളുണ്ടല്ലോ, അതായത് പർച്ചേസ് ചെയ്യാന്ന് പറയില്ലേ, ഈ പരിപാടിക്ക് ഭയങ്കര റേറ്റുള്ള ജാതക. വസ്ത്രങ്ങൾ മേടിക്കുക, ആഭരണങ്ങൾ മേടിക്കുക, ചെരുപ്പ് മേടിക്കുക, മറ്റത് മേടിക്കാൻ ഉൽപ്പന്ന ഭോഗ സുഖർക്ക്, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി വിൽക്കാൻ വെച്ചിരിക്കുന്ന വസ്തുക്കൾ. ധനവാഹനാദ്യ, കാശും വാഹനവും. മൊത്തം പറഞ്ഞ ഒരു കുട്ടിരാജാവിന്റെ പോലത്തെ അവസ്ഥ. ഭയങ്കര ആർഭാടം, സൗന്ദര്യം, ആർഭാടം. ഈ കാര്യത്തിൽ നമ്പർ 1 ജാതകണ്ട. നമ്മൾ എന്ത് പറഞ്ഞാലും മൂപ്പരൊരു വരാൻ മൂപ്പര് പോകുള്ളൂ. നമ്മൾ അങ്ങോട്ട് മുന്നിൽ ഒരു കാര്യമില്ല. പിന്നെ ജാതകം സാധാരണ ജാതകത്തിന് ചൊവ്വാദോഷമൊന്നുമില്ല, ശുദ്ധജാതകമല്ല, നോർമൽ ജാതകങ്ങൾ പേടിക്കാനൊന്നുമില്ല. ഇതിൽ ആകെയുള്ള പറഞ്ഞ സർപ്പദോഷം ഉണ്ട്. അഷ്ടമത്തിൽ രാഹു, സർപ്പദോഷം ഉണ്ട്. ഹലോ, ആരാ
ആ അയ്യോ സോറി ഞാനാണോ ചോദിച്ചു. ഇതാരുടെ നമ്പറടാ? പറയൂ. വീട്ടിലേക്ക് വന്നോളെ, ഞാൻ വീട്ടിലുണ്ട്. പോന്നോളെ. വിമലിന്റെ നമ്പറത്. ഇവിടെ ഇപ്പോ അയ്യോ അതല്ല, ഞാൻ താഴ്ന്ന് കേട്ടപ്പോഴേ പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഞാൻ കുറെ ദിവസം ഇട്ടിട്ട് കുറെ അങ്ങോട്ട് പോയി. ഇല്ല സോറി. അതെ, അപ്പൊ ഇതമ്മയുടെ നമ്പർ. ഞാൻ ശരി വെക്കാന്ന് വിളിക്കുമ്പോ അറിയില്ല. ശരി. ഇപ്പൊ പോരെ, ഞാൻ വീട്ടിലുണ്ട്. ഇല്ല അറിയില്ല. അപ്പൊ ജാതകത്തില് ദീർഘായുസുള്ള ജാതകമാണ്, ശശിയോഗമുള്ള ജാതകമാണ്, 9 ശുക്രൻ നിൽക്കുന്ന ജാതകമാണ്. അങ്ങനെ വന്ന കലാപരമായ കഴിവുകളൊക്കെ പറയും. എഴുതാൻ വരയ്ക്കാൻ പാടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ജാതകത്തിൽ ഒരു കാര്യം പറഞ്ഞു, വളരെ ശുദ്ധ മനസ്സാണ്. ശുദ്ധ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എന്തൊക്കെ അത്യുപകരണം കാണിച്ചാലും എന്തെല്ലാം കുറുമ്പ് കാണിച്ചാലും എന്താ പറയാ, എല്ലാവരും നന്നാവണം, എല്ലാവരും നല്ല നിലയിലെത്തണം, എല്ലാവർക്കും നല്ലത് വരണം, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയുള്ള ജാതകം. കാരണം എന്താ വെച്ചാൽ ജാതകത്തിൽ ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്. മനോകാരകനായിട്ടുള്ള ചന്ദ്രൻ ഉച്ചസ്ഥിതിയാണ്. അപ്പൊ അവിടെ എന്താ പറയാ, ഉച്ച കറിയില്ലാന്നർത്ഥം. എല്ലാവരും നന്നാവണം. അതല്ലേ പശുക്കരണല്ലേ, പശുവിന്റെ പോലെ. പശു എങ്ങനെയാ, തൈര്, മൂര്, ഗോമൂത്രം, ചാണകം എല്ലാം നമുക്കല്ലേ. പശുവിന് നല്ലതുണ്ടാ? ഒരു പശുവിന് വീട്ടിലുണ്ടെങ്കിൽ ഒരു കുടുംബം ജീവിച്ചു പോയില്ലേ? അപ്പൊ മൊത്തം പല കാര്യങ്ങളും എല്ലാം നല്ല ശരീരത്തിൽ ഉണ്ടാവുന്നതൊക്കെ ബാക്കിയുള്ളവർക്കല്ലേ കൂടെ. പശുവിന് വൈക്കോലും ഉണ്ടാക്കാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതുപോലെയാ ഈ ജാതകം. പിന്നെ ശശിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പൊ ഞാൻ പറഞ്ഞേരട്ടാ, മഹാത്മാഗാന്ധി അങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരുണ്ടാവില്ല, അവർക്ക് കുറെ അധികാരങ്ങളുണ്ടാവും. കാലാകാലം അവരെ നമ്മളെ പോർക്കും. പക്ഷെ വേറെ സാമ്പത്തിക ലാഭങ്ങളോ നേട്ടങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഉള്ള കാലം മുഴുവൻ അതിന് വേണ്ടി ആവുന്നതൊക്കെ പറയില്ലേ, അതിന് ഈ ശശിയോഗം വലിയ പ്രശസ്തി ഉണ്ടാവും, എല്ലാവരും ബഹുമാനിക്കും. പക്ഷെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് 10 രൂപ ഇല്ലാട്ടെ ഇവിടുന്ന് കൊണ്ടൊരു അവിടെ കൊണ്ട് നടക്കാന്ന് പറയുന്നത്. അങ്ങനെ ശശിയോഗം അതൊരു സേവനം പോലെ ആ യോഗമുള്ള ജാതകം. അപ്പൊ അത് ജാതകത്തിലുണ്ട്. പക്ഷെ ജാതകം സർപ്പദോഷമുള്ള ജാതകം. സർപ്പദോഷം നല്ലോണം ഉണ്ട്. സർപ്പദോഷമുള്ള ജാതകത്തിന് സർപ്പദോഷമുള്ള ജാതകം തന്നെ വേണം. അത് 2ാം കല്യാണ യോഗമുള്ള സർപ്പദോഷം. ഇപ്പൊ കല്യാണ സമയം എത്തുമ്പോൾ ജാതകം നല്ലോണം നോക്കണം. ഹലോ പറഞ്ഞോ. വന്നോളെ, ഞാൻ വീട്ടിലുണ്ടോ. ഒന്ന് വിളിച്ചോളേട്ടാ. ജാതകത്തിൽ എന്താ പറയാ, ആഗ്നേയ വിധവസ്ഥ രാശി സഹിതേർ മിശ്രൈഹി പുനർഭൂ. ആഗ്നേയ ഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളും കൂടി യോഗം ചേർന്ന് നിൽക്കുമ്പോഴാണ് പുനർവിവാഹ യോഗം പറയാം. ഈ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ജാതകം നല്ലവണ്ണം നോക്കണം. കല്യാണ സമയത്തുമ്പോൾ സർപ്പദോഷമുള്ള ജാതകമാണ്. സർപ്പദോഷമുള്ള ജാതകത്തിന് ചേരുന്ന ജാതകം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ജാതകത്തിന് പറയണോ 7ാം ഭാവത്തിന് ശരി ഉച്ചത്തിലാണ്. അങ്ങനെ വരുമ്പോ എന്താ പറയാ, വലിയ പേരും പ്രശസ്തിയുള്ള ഒരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ സ്ഥാനമാനം കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ ഭാര്യയാവും എന്നൊക്കെ പറയും. വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ വൈഫിട്ടാന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു യോഗത്തിലുണ്ട്. അപ്പൊ കല്യാണം ഇത്തിരി വൈകോന്ന് ചോദിച്ചാൽ വൈകാനുള്ള സാധ്യത ജാതകത്തിൽ കാണാനുണ്ട്. ഈ ഓടിന്റെ ഉള്ളിൽ അടുപ്പത്തെ പോലെയാണ്. ചൂടാകാൻ പറഞ്ഞ സമയം പിടിക്കും. മറ്റുള്ള പാത്രങ്ങളൊക്കെ ചൂടാകുമ്പോഴേക്കും ഇതാ ഇല്ല. ഇതായി കഴിഞ്ഞാൽ കലാകാലം അങ്ങനെ ചൂടായി നിൽക്കും ചെയ്യും. ഹലോ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയാകുമ്പോൾ പറയട്ടെ. ഞാനിപ്പോ ജാതകം വായിച്ചോണ്ടിരിക്കുകയാണ്. കഴിച്ചേട്ടാ.
അപ്പൊ എന്താ ജാതകത്തിൽ എങ്ങനെയാ പറയുന്നത്? ജാതക പ്രകാരം കാർത്തിക നാളിലാണ് ജനിച്ചത്. കാർത്തിക നാല് ജനിക്കുമ്പോ എങ്ങനെയാ? ഇപ്പൊ ജാതകത്തിൽ എത്രയായി? 5 മാസം കഴിഞ്ഞു അല്ലേ? വൃശ്ചികല്ലേ? ഡിസംബർ 9 അല്ലേ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. മെയ് 9 തീയതിക്ക് 5 മാസം കഴിഞ്ഞു അല്ലേ? 5 മാസം കഴിഞ്ഞു. 9 ആയില്ലേ? ഇല്ല, 5 മാസം. ഇതിലെന്താണെന്നറിയോ? ജാതകത്തിലെ ദോഷകാലം കഴിഞ്ഞു. ദോഷകാലം 22 ദിവസം മുമ്പ് കഴിഞ്ഞു. ചെറുപ്പത്തില് 4 മാസം 8 ദിവസം വരെ, കൊച്ചില് ജനിച്ചിട്ട് 4 മാസം 8 ദിവസം വരെ കഷ്ടകാലമായിരുന്നു. കാരണം സൂര്യദശയിലാണ് ജനിച്ചത്. ബാലാരിഷ്ടം വരെ. ബാലാരിഷ്ടം എന്ന് പറഞ്ഞാൽ ആത്മീയ ഗ്രഹമല്ലേ, കത്തി ജ്വലിച്ച് നിൽക്കുന്നതാണല്ലേ സൂര്യൻ. ആ സൂര്യഭഗവാന്റെ ദശയിലാണ് ജനിച്ചതേ. അപ്പോൾ പറയും കറക്കട്ട് നിറക്കട്ട് നിരീക്ഷിച്ച് അങ്ങനെയുള്ള അരിഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്ന സമയമാണ്. ദോഷകാലമൊക്കെ കഴിഞ്ഞു. അച്ഛന് അമ്മയ്ക്ക് അമ്മ വീടിന്. അച്ഛനാണ് ഏറ്റവും ഗുണം, പിന്നെ അമ്മാവന് അമ്മ വീടിന്. ഗുണങ്ങൾ പറയുന്ന കാലഘട്ടം തുടങ്ങി. ചന്ദ്രദശ തുടങ്ങി. 2ാം ഭാവത്തില് ഉച്ചത്തിൽ നിൽക്കുന്ന ചന്ദ്രനാണ്. ഗുണം മുഴുവൻ അച്ഛനാണ്, അല്ലെങ്കിൽ അമ്മാവനാണ്. അച്ഛൻ്റെയും അമ്മാവിൻ്റെയും കുടുംബത്തിലെ ഐശ്വര്യങ്ങളും ഗുണങ്ങളും നേട്ടങ്ങളും മാത്രം മോളുടെ ജാതകപ്രകാരം പറയുന്ന സമയം. ഇനി 10 കൊല്ലം എന്ത് കാര്യം ഇപ്പൊ നമ്മൾ പറയും നമുക്കൊരു വീടൊക്കെ പണിയണമെന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ പറയും പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, ഒന്നും നടക്കണില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും നടക്കും. മനഃപ്രസാദം പകരോധി ചന്ദ്രാമനം, മനസ്സിന് സന്തോഷവും സമാധാനവും മാത്രം പറയുന്ന ദശയാണ്. മുഴുവനും ഗുണം പിടിച്ചോ, അച്ഛനും പിടിച്ച മാമനും പിടിച്ചു. 2ാം ഭാവത്തില് ഉച്ചത്തിൽ നിൽക്കുന്ന ചന്ദ്രനായതുകൊണ്ട് 2ാം ഭാവത്തിൽ വെച്ചാൽ പിതൃസ്ഥാനം. ചന്ദ്രൻ എന്ന് വെച്ചാൽ മാതൃകാരകൻ. അപ്പൊ അമ്മ അമ്മാവൻ. അപ്പൊ ഇവർക്കൊക്കെ ഗുണം വരണ സമയമാണ്. അപ്പൊ ഇനി ഒന്നും പേടിക്കേണ്ട, ഒരു വഴിപാടും ചെയ്യേണ്ട. എന്താ പറയാ, വിദ്യാരംഭം പിടിക്കലൊക്കെ കുറച്ച് വലുതാകുമ്പോൾ 2 മണി 2 വയസ്സൊക്കെ നടക്കുക, സ്കൂളിൽ പോവുക, ഇത് കുഴപ്പമില്ല. പിന്നെ ചൊവ്വാദശ വരും 10 വയസ്സിൽ. 10 വയസ്സ് 4 മാസം ആകുമ്പോൾ ജാതകത്തിൽ ചൊവ്വാദശ. സൂര്യദശ കഴിഞ്ഞു. 4 മാസം വരെ ഉണ്ടായിരുന്നല്ലോ. 6 കൊല്ലാണ് സൂര്യദശ. കഴിയാറായ നേരത്തല്ല ജനിച്ചേ, കാർത്തിക നാള്. അപ്പൊ കുറച്ച് നേരം കിട്ടിയുള്ളൂ. അപ്പൊ സൂര്യദശ 4 മാസം വരെയുള്ളൂ. അപ്പൊ ഒരു 128 ദിവസം. അത് കഴിഞ്ഞു. ഇപ്പൊ 22 ദിവസമായിട്ട് ചന്ദ്രദശ തുടങ്ങി. അവരുടെ എല്ലാ ദുഷ്ടതും കഴിഞ്ഞ് ഒന്നും കഴിക്കണ്ട. ഇപ്പൊ മെയ് മാസം 17 തീയതി കേസരി യോഗം തുടങ്ങും. മെയ് 17 തീയതി വ്യാഴം മാറും. ആ വ്യാഴം മാറുമ്പോൾ തൊട്ട് ഉള്ളിക്ക് കേസരി യോഗം. എല്ലാം കൂടെ അച്ഛനാട്ടാ. എന്ത് കാര്യം ഉണ്ടെങ്കിലും നോക്കാട്ടാ. എന്തുണ്ടെങ്കിലും നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുതുതായിട്ടൊക്കെ തുടങ്ങുന്നുണ്ടോ, എന്ത് കാര്യമാണെങ്കിലും നോക്കിക്കോ. ഊജ് കുഴപ്പമുണ്ടാവില്ല, സകല കാര്യങ്ങളും നടക്കും. ഒരുപാടൊന്നും ചെയ്യണ്ട കേട്ടാ. പിന്നെ 10 വയസ്സ് 4 മാസം കഴിഞ്ഞാൽ ജാതകത്തിൽ ചൊവ്വാദശ തുടങ്ങും. ചൊവ്വാദശ 17 വയസ്സ് വരെ. ചൊവ്വാദശ 7 കൊല്ലം ചൊവ്വാദശ. 17 വയസ്സ് 4 മാസം വരെ. അതുവരെ കുഴപ്പമില്ല. 17 വയസ്സ് 4 മാസം കഴിയുമ്പോഴാണ് ഇയാളുടെ വരവ് രാഹു. 35 വയസ്സ് വരെ. ഇപ്പൊ രാഹുദശാകാലം എന്തോ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അഷ്ടമത്തിൽ വാങ്ങി നിൽക്കുന്ന രാഹുവാണ്. ഇങ്ങനെ ദോഷമുള്ള ഗ്രഹങ്ങള് ദോഷമുള്ള സ്ഥാനത്ത് നിന്നാ ഗുണം ചെയ്യുന്ന പറയും. ഇപ്പൊ അവിടെ തെക്കേപ്പുറത്ത് കുളത്തിലൊരു പാമ്പുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കുഴപ്പമില്ല. എന്തായാലും ഇതിനെ കൊണ്ട് ഉപകാരമില്ല. അപ്പൊ നമ്മളെന്താ പറയും, ഉപദ്രവം എന്തിനാ എന്ന് പറയും. അവിടെ നോക്കാം. അപ്പൊ നമ്മൾ നടന്ന പോണ വഴിയിലുണ്ടെങ്കിൽ മേടിക്കണ്ടോ? ഇതിലങ്ങനെയില്ല, അഷ്ടമത്തിലാണ്. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഉപദ്രവിക്കുന്നത് അതൊന്നുമല്ല. വേണ്ടാത്തനത്തിന് നമ്മൾ അങ്ങോട്ട് പോയാൽ പണി കിട്ടും. അപ്പൊ രാഹുദശ തുടങ്ങുമ്പോ 17 വയസ്സ് തൊട്ട് ശ്രദ്ധിക്കണം. ഒരു 20-20 വയസ്സ് വരെ ഉണ്ട്. 20 വയസ്സ് വരെ ഉണ്ട് രാഹു. ആ രാഹുവിന്റെ സമയം ഭയങ്കര മോശം. പഠിപ്പിലൊക്കെ അവതാളം വരും. പിന്നെ അതുപോലെ തന്നെ സ്വഭാവത്തിലും മാറ്റം വരും, മുൻകോപം വരും, വാശി വരും, ഇല്ലാത്ത ഇടാകൂടത്തിലൊക്കെ പോയി ചാടിന്ന് വരും. നമ്മൾ പറഞ്ഞ ചിലപ്പോൾ കേട്ടില്ലാതെ വരും, വയ്യായകൾ വരും. അപ്പൊ ആ സമയത്തുമ്പോൾ രാഹുപൂജി ധാരകൾ നടത്തണം. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കഷ്ടകാല 17 വയസ്സ് 20 വയസ്സ്. 20 വയസ്സ് കഴിയുമ്പോഴാണ് കല്യാണ യോഗം വരുന്നത്. 22 വയസ്സ് വരെ വിവാഹയോഗം. പിന്നെയുണ്ട് കേട്ടോ, 20 വയസ്സിൽ തുടങ്ങിക്കഴിഞ്ഞാല് 27 വയസ്സ് വരെ കല്യാണ യോഗം ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് യോഗം ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും നല്ലതാണ് ഈ 22 വയസ്സിന്റെ ഉള്ളിൽ. 22 വയസ്സ് കഴിഞ്ഞാൽ 25 വയസ്സിന്റെ ഉള്ളിൽ ജോലിക്ക് യോഗം ഉണ്ട്. 35 വയസ്സ് വരെ രാഹുദശയുണ്ട്. പിന്നെ വ്യാഴദശയാണ്. വ്യാഴദശ വരുമ്പോൾ പിന്നെ 16 കൊല്ലം. അപ്പൊ 51 വയസ്സ് വരെ വ്യാഴം. നല്ല വ്യാഴം. ഗുരുവായൂരപ്പന ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം. സകല ഐശ്വര്യങ്ങളും പറഞ്ഞ സമയം. 51 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 20 വയസ്സ് വരെയാണ് ജാതകം. ശനി ദശ 19 കൊല്ലം ശനി. 51 വയസ്സ് തൊട്ട് 30 കൊല്ലം.
7 വയസ്സ് 4 മാസം വരെ. ശേഷം തിരിച്ച് പിന്നെ നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഈ രാഹുദശയുടെ മാറ്റം മാത്രമേ കുഴപ്പമില്ല, അത് നല്ലോണം സൂക്ഷിക്കണം. പിന്നെ ഇപ്പൊ ഈ ചന്ദ്രദശയിൽ വരുന്നുണ്ട് രാഹു കുറച്ച് നാള്. ചന്ദ്രദശയിൽ ഒരു 1.5 കൊല്ലം വരും. അപ്പൊ തുടങ്ങിയില്ലേ 5 മാസം അല്ലെ പ്രായം പറഞ്ഞപ്പോ, അതിലിപ്പോ തുടങ്ങി 4 മാസം കഴിഞ്ഞപ്പോ 1 മാസം, ഇപ്പോ 1 കൊല്ലം 5 മാസം, 1 വയസ്സ് 10 മാസം തൊട്ട്, 1 വയസ്സ് ഇപ്പോഴേ 1 വയസ്സ് 10 മാസം. കാർത്തിക സാവരി ചേട്ടാ 1 വയസ്സ് 1.5, 1 വയസ്സ് 9 മാസം മുതൽ 1 വയസ്സ് 9 മാസം എന്ന് പറഞ്ഞാൽ എത്രയും കേട്ടാ, ഡിസംബർ മുതലല്ലേ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. അതായത് 2013 സെപ്റ്റംബർ മുതൽ 1 വയസ്സ് 9 മാസം പ്ലസ് 1 വർഷം 6 മാസം. 1 വയസ്സ് 9 മാസം, 2 വയസ്സ് 9 മാസം, 3 വയസ്സ് 3 മാസം വരെ കേട്ടാ. സെപ്റ്റംബർ കഴിഞ്ഞാൽ എന്തായി? 2013 സെപ്റ്റംബർ, 2014 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 2015 മാർച്ച് വരെ കേട്ടാ ദോഷകാലം. ദോഷം എന്ന് വെച്ചാൽ അരിഷ്ടകാലം, അത്രേ ഉള്ളൂ. കർക്കട്ടം അതിന് രാഹുപൂജ നടത്തണം ശിവന്റെ അമ്പലത്തിലെ. രാഹുപൂജ, വെള്ളം കൊണ്ട് ധാര, വർഗഹോമം, പൂവളമാല, വഴിപാടൊക്കെ നടത്താം. കഴിഞ്ഞിട്ടൊക്കെ നായും പൂജയൊക്കെ സൂക്ഷിക്കാൻ സമയത്ത്. ആയുധനൊന്നും കുഴപ്പമില്ല കേട്ടാ, ആയുധനൊന്നും കുഴപ്പമില്ല. ഇത് കുറുമ്പുണ്ടാവുന്ന സമയമുണ്ട്, ഇതൊക്കെ ആകുമ്പോൾ കുറുമ്പൊക്കെ അറിയ പാവണ്, ശുദ്ധ മനസ്സാണ്. ഉച്ച കള്ളമില്ല, കളങ്കമില്ല, ഒന്നുമില്ല. പക്ഷെ എന്താണ് ശുദ്ധ പുരുഷന്റെ ബലം ചെയ്യുന്ന അങ്ങനെ അപ്പങ്ങനെ ഒതുങ്ങിയിരിക്കില്ല. നമ്മൾ പറയാം നല്ലാതെ തോന്നില്ലേ പാവം, കുറുമ്പാച്ചാൽ അതിന് അപ്പുറത്തെ കുറുമ്പൊന്നും എന്ത് പോകും അങ്ങനെയൊക്കെ പറയുമ്പോൾ അതേ സംഭവം. അതിനോട് വേറെ കുഴപ്പമൊന്നുമില്ല. പഠിക്കാൻ ദോഷമില്ല. പഠിക്കാൻ തന്നെ ബുധൻ മറഞ്ഞ് അഷ്ടമത്തിലെ ബുധൻ മറഞ്ഞിട്ടാണ് മറഞ്ഞ ബുധനെ നിറഞ്ഞ വിദ്യ എന്നാ പറയാം. ടെക്നിക്കൽ ഫീൽഡ് നല്ലത് തയ്യാൾക്ക്, എഞ്ചിനീയറിംഗ് മേഖല, ഒരു സംശയമില്ല. വേറെ ഒരു വഴിക്ക് വിടണം. ശരിക്കും പറഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ട് വിദേശ യാത്രായോഗം വരെ പറയുന്നുണ്ട് ജാതകത്തില്. നാടും വീടൊക്കെ വിട്ട് പുറത്ത് പോയിട്ട് വിവാഹത്തിന് ശേഷമാണ് ശരിക്കും ഏറ്റവും നല്ല സമയം. കാർത്തിക
പേര് സർട്ടിഫിക്കറ്റിൽ ഇത് കഴിക്കുക സാവന്യം തന്നെയുള്ള ഇതെന്താ അർത്ഥം വരിക സാവന്യം കല്യാണിലാണെന്നൊക്കെ പറഞ്ഞില്ല ഇയാളുടെ ജാതകമല്ല നാളെ പ്രകാരം അകാരം ആ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് കൂടുതൽ ഉത്തമേ അകാരം അതൊന്നും മനസ്സിലായി ആവണി പക്ഷെ അങ്ങനെയൊക്കെ അകാരാവുമ്പോഴേ അങ്ങനെയൊക്കെ നമ്മളെ കൂടെ എന്താന്ന് പറഞ്ഞാൽ അതിനൊരു നാള് പ്രകാരമുള്ള ഇതാവുമ്പോഴേ അതിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും നക്ഷത്രപ്രകാരമുള്ള ഒരു എന്താ പറയാ സ്റ്റാർട്ടിങ് പേരാകുമ്പോഴേ അതിലൊരു കെമിസ്ട്രി ഉണ്ടാവും. കാർത്തിക ശരിക്കും പറഞ്ഞാല് അഗ്നിദേവന്റെ നാളാണ് ശരിക്കും നക്ഷത്രം പറയാന്ന് വെച്ചാൽ അഗ്നിദേവ ദേവിയുടെ നാളെന്നല്ല കാർത്തിക ആ നാളെ എടുക്കണമെന്നുള്ളൂ. കാർത്തിക പൊതുവെ മഹാലക്ഷ്മി എന്താ സരസ്വതി മഹാലക്ഷ്മിയുടെ ദിവസമായിട്ട് പറയാം. പക്ഷെ ശരിക്കും അഗ്നിദേവന്റെ നാളാണ് കാർത്തിക, അഗ്നി ഭഗവാന്റെ നാളാണ്. അതിന് പറയണത് അതല്ല ആ ക്യാരക്ടർ നോക്കുക. ഇതിൽ പറഞ്ഞത് അസുര ഗണാണെങ്കിലും സ്ത്രീ യോനിയാണ്. ഗണം അസുരനാണ് പക്ഷെ യോനി സ്ത്രീയാണ്. അപ്പൊ ഭയങ്കര പട്ടഹാസം ഒച്ചയും വേണവും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് അപ്പൊ കിട്ടും. അതാണ് പറയണത്. ഈ ഭയങ്കര ചിലത് നമ്മളൊന്നും രക്ഷയില്ല. അപ്പൊ സ്ത്രീ നക്ഷത്രമാണ്. അപ്പൊ ഈ സംഭവം ഭയങ്കര ഒച്ചയും വേണവും യുദ്ധമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത് ഈ തീ പോലെയാണ്. അതായത് ആകെ നമ്മൾ വിഴുങ്ങും, ചിലപ്പോ കത്തിക്ക് വെള്ളം ഒഴിച്ച് അപ്പം ഉണ്ടാക്കുള്ളൂ. അതുപോലെ തന്നെ സ്വഭാവം അതാ പറഞ്ഞ ആള് പറയുമ്പോ ഭയങ്കര ഒച്ചയും വെള്ളമൊക്കെ ഉണ്ടാവും. ഉണ്ടാകുമ്പോ ചിലപ്പോ നമ്മളൊക്കെ ശ്വാസിക്കലും ഒക്കെ ഉണ്ടാവും. പക്ഷെ പച്ചഭാവം എന്ന് പറഞ്ഞാൽ പച്ചഭാവം. കലാപരമായ കഴിവ് നല്ലോണം ഉണ്ട് കേട്ടാ. അതുകൊണ്ടന്നെ ഡാൻസും പാട്ടൊക്കെ പഠിപ്പിച്ചോളൂ. ജോലിക്ക് യോഗമുള്ള ജാതകമാണ്. ജോലിക്ക് അതിനൊന്നും കുഴപ്പമൊന്നുമില്ലേ. ജോലിക്ക് യോഗമുള്ള ജാതകമാണ്. ടെക്നിക്കൽ ഫീൽഡ് മതിട്ടാ. ഇതേ പഠിപ്പിക്കുകയാണെങ്കിലേ ഫസ്റ്റ് കഴിഞ്ഞിട്ട് സ്റ്റേജൊന്നും കാര്യമില്ല. 5 രൂപ നല്ല ബലവാനാ. ഈ ജാതകം സർപ്പദോഷ ജാതകം എവിടെ ഓടിപ്പോയെന്ന്. 7ാം ഭാവത്തില് ശനിയാണ്. 7ാം മേടം എന്ന് വെച്ചാൽ വാസ്തുസ്ഥാനം. അവിടെ ശനിയാണ്, ശാസ്താവാണ്. 7 ശനി ഉച്ചത്തിലാ. നിങ്ങൾ ഏത് ചെക്കനെ വണ്ണം നിർത്തിയാലും ഇയാളതൊക്കെ അരിച്ച് കുറുക്കി ഫിൽട്രേറ്റ് ചെയ്ത് ആക്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല ഉറപ്പുള്ള കൊമ്പുമ്പോൾ തന്നെ ഇയാൾ ഇരിക്കുള്ളൂ. നിങ്ങൾ പറഞ്ഞോണ്ട് ഇരിക്കുന്നില്ല. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ധൈര്യമായിട്ട് വിട്ടോ. ശരിക്കും പറഞ്ഞാൽ ജാതകത്തിന് സന്യാസയോഗം പോലെയാണ്. എനിക്ക് വെള്ളം വേണം, ചെക്കൻ വേണം, അങ്ങനത്തെ ഒരു ചിന്ത തന്നെ ഇല്ല. അതായത് ഇപ്പൊ അങ്ങനെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ പിള്ളേരുടെ പോലെ ചെക്കൻ നോക്കി ഇവിടെ അങ്ങനത്തെ ഒരു ശശയോഗത്തെ ജാതകമല്ലേ, 7 ശനിയല്ലേ, അങ്ങനത്തെ ഒരു ചിന്ത തന്നെ ഇല്ല. ആ ഒരു ലെവലിലുള്ളത് വികാരം തന്നെ സത്യം പറഞ്ഞ ഇയാളെ നിങ്ങൾക്ക് ആലോചന തന്നെ ഉണ്ടാവില്ല. പിന്നെ നിങ്ങളൊക്കെ നിർബന്ധിക്കുമ്പോൾ അച്ഛന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് കഴിച്ചു ഇത്രയുള്ള വലിയ കുടുംബമൊക്കെ വേണ്ട, നമുക്കത് ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല ഞങ്ങൾ എന്ന് പറയും. അങ്ങനത്തെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജാതകമാണ്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ നാട്ടുകാരുടെ കാര്യത്തിൽ നോക്കി കോളേജുകളൊക്കെ നടക്കാതെ പറഞ്ഞാൽ അത്രയും ഹാപ്പിയാണ്. അല്ലാണ്ട് ഇപ്പോൾ ഒരാൾ വന്ന് നിന്ന് കണ്ണു കരാശം കാണിച്ചുകൊണ്ട് വീണ ജാതകമല്ല, അങ്ങനത്തെ ജാതകേ അല്ല. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ധൈര്യമായിരുന്നു. കാരണം കല്യാണം കഴിപ്പിക്കാൻ തന്നെ നിങ്ങൾ കുത്തി പിടിക്കേണ്ടി വരും. അതിന് വരെ ഇവിടെ ഇതാണ് പറയുന്നത്. കാരണം സംഭവിക്കില്ലേ മുകളിൽ സർപ്പദോഷം
ജാതകത്തില് ജന്മനാരുണ്ടത്. അപ്പൊ അതുപോലത്തെ ജാതകം വേണം. ലഗ്നാല അഷ്ടമത്തില് ഒന്നുമില്ല. രാഹു ദശയില്ലല്ലോ. രാഹു ദശ വരുന്ന ആ സമയത്താണ് ഈ പരിപാടി ഞാൻ പറഞ്ഞത്. മറ്റൊരു അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് മാറാൻ പോണമെന്നില്ല. അപ്പൊ അതിന് അങ്ങനത്തെ ജാതകം തന്നെ വേണം. അത് പുത്രവിരുദ്ധ പറയും. കുട്ടികളൊക്കെ ഉണ്ടായാലേ കുട്ടികൾ ഉണ്ടാവാണ്ടിരിക്കുക, ഉള്ള കുട്ടികൾ അംഗവൈകല്യമുള്ള കുട്ടികൾ വരിക, അല്ലെങ്കിൽ കുട്ടികൾ ജനിച്ചിട്ട് വേറെ മരിക്കുക, പുത്രവിരുദ്ധം അങ്ങനെയായിട്ട് പറയും. സർപ്പദോഷം ഏറ്റവും വലിയ ദോഷം. നമുക്ക് പക്ഷെ ഒരു ദിവസം കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇരുപത് വയസ്സൊക്കെ കഴിയുമ്പോ